10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാം. നമസ്കാരം. അങ്ങനെ മുനമ്പത്തുകാരുടെ വലിയൊരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 10 മിനിറ്റ് ഒന്നും എടുത്തില്ല, 10-15 സെക്കൻഡേ എടുത്തുള്ളൂ. അത് വഖഫ് ബോർഡിലെ രജിസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഇപ്പോഴത്തെ MLA ടോണി ചെമ്മണ്ണിയുമായിട്ട് ചേർന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ആഘോഷിക്കുക. സന്തോഷമല്ലേ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വൈകിയാണെങ്കിലും എത്താണ്ടിരിക്കില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് തന്ന വാഗ്ദാനം ശിരസാ വഹിച്ചിട്ടുണ്ട്. പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അത് തീർപ്പാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിന് മേളിൽ എന്തെങ്കിലും തീർപ്പാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ MLA ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. കാരണം ഈ പ്രശ്നം, ഈ സമരം കൊടുമ്പിരി കൊണ്ട് നിന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ അവരോട് കാണിച്ചതോ? അപ്പം ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ട്. അതുപോലെ തന്നെ കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിനുള്ള ഒരു അപേക്ഷയുണ്ട്. സഹായം ആവശ്യപ്പെട്ട് വരുന്നവരെ സഹായിക്കുക, അല്ലെങ്കിൽ സഹായത്തിന് അർഹരായവരെ സഹായിക്കുക. അല്ല സഹായം വേണോ എന്ന് ചോദിച്ച് നടന്ന് സഹായിച്ചാൽ ഇതേപോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരെയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും നിങ്ങൾ ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേണ്ട സമയത്ത് ചെയ്തു കൊടുത്താൽ അതിന് ഉത്തമ ഉദാഹരണം ചാത്തന്നൂർ. അനുഭവത്തിൽ നിന്നെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മാറുവാൻ ശ്രമിക്കുക, തിരുത്തുവാൻ ശ്രമിക്കുക. കാരണം തിരുത്തൽ ആവശ്യമാണ്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.